ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വലതുവശത്ത് കാണുന്ന ബ്ലൗസിൽ നിറയെ ചുളിവുകളുണ്ട്. അത് നമുക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ആ ചുളിവ് എന്തുകൊണ്ടാണ് വരുന്നതെന്നും വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് തരണേ. ഇതുപോലെ ഉപയോഗപ്രദമായ വീഡിയോസ് ഒത്തിരി ഈ ചാനലുണ്ട്. ബ്ലൗസിൻ്റെയും ടോപ്പിൻ്റെയും എല്ലാം, അതുപോലെ എല്ലാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള മെറ്റീരിയലാണെങ്കിൽ കുറച്ച് ലൂസ് വന്നാൽ മതി, അത് ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതാ ഈ ഭാഗത്ത് കുറച്ചുകൂടി കട്ട് ചെയ്ത് പോകാനുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ലൂസ് വരുന്നതെന്നുള്ളത് ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് പറയാം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ നമുക്കിതാ ഈ കൈയുടെ ഭാഗത്തുനിന്നും കട്ട് ചെയ്ത് പോകാനുണ്ട്. ഇനി മുൻവശത്തും ഇതുപോലെ ബോഡി പാർട്ട് കറക്റ്റായിട്ടുണ്ട്, പക്ഷേ സ്ലീവ് അധികമുണ്ട്. നമുക്കത് സ്ലീവ് ഇളക്കി മാറ്റിയ ശേഷം കുറച്ച് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ ബ്ലൗസ് കറക്റ്റാവും. വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന അത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇനി ഈ ബ്ലൗസ് അകവശം എടുത്തിടണം. ഇവിടെ ഫ്രണ്ട് കൈക്കുഴിയിൽ ഒട്ടും കട്ട് ചെയ്യാനില്ല, ബാക്കിലുണ്ട്. അത് കട്ട് ചെയ്താൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് അഴിച്ചിട്ടില്ലേ, ആ സ്റ്റിച്ച് പോയ അതേ പാടിൽ ഇതാ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു വര വരയ്ക്കാം. ഇനി നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്കും നമുക്ക് ആ സ്റ്റിച്ച് പോയ പാടുണ്ട്, അവിടെ നിന്ന് നേരെ താഴേക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. നമുക്ക് എന്താണ് ഇങ്ങനെ വന്നത്, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഇനി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഇവിടെ പറയാം. ഇതാ ഇവിടെ നിന്ന് ഈ സ്കെയിൽ വെച്ചിരിക്കുന്ന സ്ഥലം വരെയുള്ള ആ ഒരു അകലം, ഇവിടെ ഇപ്പോൾ 5.25 ഉള്ളത്. ഈ അകലം കൂടും. ആർക്കാണ് വണ്ണം കൂടുതലുള്ളവർക്കല്ലേ? വണ്ണം കുറഞ്ഞവർക്ക് ഇത് കുറയില്ലേ? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ ഈ കഴുത്തകലം, നമ്മുടെ ഇപ്പോൾ ബാക്കിലാണെങ്കിലും നമ്മൾ മെയിനായിട്ട് കഴുത്തകലം എടുക്കുന്നത്. കഴുത്തകലം കുറഞ്ഞു പോയാലും നമുക്ക് ഈ പ്രശ്നം വരും. ഷോൾഡർ കുറഞ്ഞു പോയാലും നമുക്ക് ഈ പ്രശ്നം വരും. അപ്പോൾ ഒരു 6.5 ഷോൾഡർ എടുക്കേണ്ട ഒരാൾക്ക് നമ്മൾ കഴുത്തകലം അങ്ങ് കുറച്ച് പിന്നൊരു കുറച്ചെടുത്തിട്ട് ഒരു 5.5 നിർത്തിയാൽ, 6.5 വരേണ്ട സ്ഥലത്ത് 5.5 നിർത്തിയാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കൂടില്ലേ? ഷോൾഡറിൽ നിന്ന് താഴോട്ട് വരച്ച വര കുറച്ചും കൂടി അകത്തോട്ട് നിൽക്കത്തില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കൂടും. അടുത്തത് നമ്മൾ അതിൽ ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇങ്ങനെ വന്നു പോയൊരു ബ്ലൗസ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബ്ലൗസ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം വരച്ച വരയിൽ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ കൂടി വരയ്ക്കണം. 2 വശത്ത് വരയ്ക്കുമ്പോൾ എൽ ഷേപ്പാവും. നിങ്ങൾ എപ്പോൾ ചെയ്താലും ഈ 2 ലൈനും ഇതുപോലെ വരച്ച ശേഷം മാത്രമേ അതിനകത്ത് ഈ ഷേപ്പ് വരയ്ക്കാവൂ. അല്ല, നമുക്ക് ഒത്തിരി ചുളിവുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി അധികം ഒന്ന് കട്ട് ചെയ്ത് കളയേ ചെയ്യരുത്. ഈ പറയുന്ന രീതിക്ക് ഇത്ര മാത്രമേ കട്ട് ചെയ്യാവൂ. കൂടുതൽ കട്ട് ചെയ്ത് പോയാൽ നമുക്കവിടെ പിടുത്തം ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്യാം, കൂടുതൽ കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് സ്ലീവിലും കട്ട് ചെയ്യുന്നുണ്ടല്ലേ, അപ്പം നമുക്ക് ആവശ്യത്തിന് കറക്റ്റാവും. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പീസും ബാക്കിൻ്റെ ലൈനിങ്ങും മാത്രമേ കത്രികയിൽ വരാവൂ, അല്ലെങ്കിൽ ഫ്രണ്ട് പീസിൽ എവിടെയെങ്കിലും ഒരു വെട്ട് കൊണ്ടുപോയാൽ തീർന്ന്. അപ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. സൊല്യൂഷൻ മാത്രം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വീണ്ടും മിസ്റ്റേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഡിസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണേ. പലരും മറന്നു പോകുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ. സ്റ്റിച്ച് ഇങ്ങനെ പോവും. വശത്ത് മാത്രമേ കട്ട് ചെയ്ത് കാണിച്ചുള്ളൂ, 2 വശത്ത് ഇതുപോലെ ചെയ്യണം. അടുത്ത് സ്ലീവ് ഷേപ്പ് ചെയ്യാം. സ്ലീവിൻ്റെ ഫ്രണ്ടും ബാക്കും ഷേപ്പ് ചെയ്യാനുണ്ട്. ലെങ്ത് കുറയ്ക്കുന്നില്ല, അതായത് മടക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ വെട്ടിക്കളയുന്നില്ല. ഇങ്ങനെ ചരിച്ചൊരു വര ഫ്രണ്ടിൽ കൊടുക്കാം. ഇപ്പോൾ ഉള്ള അളവിൽ തന്നെ വെച്ച് നമുക്കൊരു സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ സ്ലീവിൻ്റെ ബാക്കിലും വരയ്ക്കണം. സ്കെയിൽ ഇതുപോലെ ചരിച്ച് വെച്ച് ഇങ്ങനെ വരയ്ക്കാം. ഈ വരച്ച ശേഷം അതിന് പുറത്ത് വരുന്ന ആ ഒരു ഷേപ്പ് കാണുമ്പോഴും നമുക്കറിയാം ഇവിടെ കുറച്ചും കൂടി കട്ട് ചെയ്ത് പോകാനുണ്ട്. സ്ലീവിൽ മാത്രം നല്ല വശത്ത് വരച്ചെന്താണെന്നറിയാമോ? അതാ ഈ ബ്ലൗസിൽ ലൈനിങ് ഒത്തിരി അധികമാണ്, സ്ലീവിലും അതേ ലൈനിങ് ചുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അകവശത്ത് വരച്ച് നിങ്ങൾക്ക് ആ ഷേപ്പിൽ കൺഫ്യൂഷൻ വരും, തുണിയിൽ ചുളുക്കുള്ളതുകൊണ്ട്. അതുകൊണ്ട് നല്ല വശത്ത് തന്നെ വരയ്ക്കുകയാണ്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി തിരിച്ച് വയ്ക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുന്ന സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ഷേപ്പ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ 2 വശത്തുനിന്ന് കുറേശ്ശെ ഒന്ന് കട്ട് ചെയ്യണം. ഇതാ ഇങ്ങനെ ഈ വശത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം, മുൻവശം എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ട് കട്ട് ചെയ്ത് കളയരുത്. കുറച്ചെങ്കിലും തയ്ക്കാൻ അറിയാമെങ്കിൽ എന്ത് നല്ലതാണല്ലേ. ഇതാ ഇതുപോലെ ഒന്ന് സ്ലീവ് ഒന്ന് അഴിച്ച് മാറ്റണം, കുറച്ചൊന്ന് കട്ട് ചെയ്യണം, വീണ്ടും ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ബ്ലൗസ് ഇടാം.
ഇപ്പോൾ ഈ സ്ലീവിൻ്റെ ഷേപ്പിലോട്ട് നോക്കിയേ, നല്ല മാറ്റമില്ലേ, നല്ലൊരു ഷേപ്പായിട്ടുണ്ട്. ഇനി ഉറപ്പായിട്ടും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സ്ലീവ് ഇതിന് കറക്റ്റ് ആവില്ലേ എന്ന് നോക്കുക. അപ്പോൾ അഥവാ എന്തെങ്കിലും കാരണവശാൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്ലീവ് വെച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതാ ഇങ്ങനെ സ്കെയിൽ വെച്ച്, നമ്മൾ ആദ്യം വരച്ചത് ഇങ്ങനെയല്ലേ, കുറച്ചും കൂടെ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് ചരിച്ച് വെച്ച് ഷേപ്പ് വരച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ആ റൗണ്ട് കൂടും, നമുക്ക് സ്ലീവിൻ്റെ ബ്ലൗസിൻ്റെ റൗണ്ടിന് കറക്റ്റ് ആവും. വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത് കറക്റ്റ് ആവും നോക്കാം. ഇവിടെ ആം റൗണ്ട് നമ്മൾ കൂടുതൽ കട്ട് ചെയ്യുകയല്ല ചെയ്തത്, അതിൻ്റെ ഷേപ്പ് ഒന്ന് കൂട്ടുകയുള്ളൂ. അപ്പോൾ ഒരു അല്പം മാത്രമേ കൂടത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു വശത്ത് കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് ഇനി അറ്റം വരെ ഇല്ല, അത് ചുളുങ്ങി നിൽക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഈ വശം സൈഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ ബാക്കിൽ തെയ്യുമെന്ന് നോക്കാം. അപ്പോൾ രണ്ട് വശത്തും സ്ലീവ് കറക്റ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക്, ഇത് നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് ഇങ്ങറ്റം വരില്ല, അത് ആ ബ്ലൗസിൽ ഒത്തിരി ചുളുങ്ങി കിടക്കുകയാണ്. നമുക്ക് തയ്ക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാം. ഇനി തയ്ച്ചു തുടങ്ങാം. സ്ലീവിൻ്റെ സെൻറ്റർ നമ്മുടെ ഷോൾഡറിൽ വെച്ച് ആദ്യം ഒരു വശത്തേക്ക് തയ്ച്ച് പിന്നീട് തിരിച്ച് വന്ന് ഫുള്ള് തയ്ക്കാം. സ്ലീവായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കൈ പിടിച്ച് വലിക്കരുത്. അങ്ങനെ ആയാൽ നമ്മൾ നല്ല വശം എടുത്ത് നോക്കുമ്പം സ്ലീവിൻ്റെ ഭാഗത്ത് ചുളിവ് വരും. സൈഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തും ഇതുപോലെ നീറ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിരുന്നാൽ മതി. ഇനി നമ്മൾ അകവശം എടുക്കുമ്പോൾ അതേപോലെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിൽ നമുക്ക് വണ്ണം എവിടെയാണോ പോവേണ്ടത് മുമ്പുണ്ടായിരുന്ന അതേ സ്റ്റിച്ചിൽ കൂടി തന്നെ വണ്ണം കൊടുക്കാം. അതേപോലെ കൂട്ടി കുറയ്ക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അതും കുറയ്ക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളത്. കുറച്ച് മെനക്കെട്ടാൽ ഇങ്ങനെ ബ്ലൗസ് ഇടുന്നതല്ലേ നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.